നിന്നോട് ഇവിടെ കേരളത്തിലല്ലേ നമ്മൾ താമസിക്കുന്നത്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കേരളത്തിൽ ചൈന ഭാഷ സംസാരിക്കരുതെന്ന്. നീ ചൈന ഭാഷ ഉപയോഗിച്ച് കളഞ്ഞേരെ. മലയാളത്തിലും മര്യാദയ്ക്ക് പറഞ്ഞ പോലെ മനുഷ്യ ഇത് ചൂടാവേണ്ട ആവശ്യമുണ്ടോ? നീ ചൈന ഭാഷ സംസാരിച്ചാൽ മതി. അതാകുമ്പോ തെറി വിളിക്കുന്ന ആരാണെന്ന് അറിയത്തില്ലല്ലോ. അവിടുന്ന് നീ എനിക്ക് കഴിക്കാനുള്ള പ്രോട്ടീൻ ഫുഡ് റെഡി ആക്കിയിട്ടുണ്ടോ? അതായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നീ എന്തോടാ പറഞ്ഞേ? അല്ല അടിപൊളി ഒരു മാഷിന്റെ അടുത്താ നീ എന്ന് വിട്ടേക്കുന്ന. എന്റെ പൊന്നളിയ അയാള് പറ വെള്ളം തോന്നറാ. രാവിലെ മുറ്റത്ത് അടിച്ച് സെറ്റായിട്ടാണ് ഇഴയുന്നു. ബാക്കിയാണെങ്കിൽ വരട്ടെ കേട്ടോ, വന്നിട്ടേ ചെയ്തു തരാം നിനക്ക്. ഞാൻ അവളോട് അപ്പോഴേ പറഞ്ഞ ഇച്ചിരി വെളുത്തുള്ളി ചതച്ചിടണം, പാമ്പിന്റെ ശല്യം ഉണ്ടെന്ന്. എവിടെന്നോ ചീറ്റല് വരുന്നുണ്ടല്ലോ. അയാൾ എന്തരോ ചൈനയെ കിടന്ന് പറയുന്നുണ്ട്. ഹലോ, ആഹാ ഇതേതായി വധൂരി? രാവിലെ അല്ല പൊട്ടന്മാരാണോടാ കയറി വരുന്നത് പഠിക്കാൻ വേണ്ടി? അയ്യോ ഞാൻ പൊട്ടനൊന്നും അല്ല. ഞാൻ വിചാരിച്ച അണ്ണന്റെ ലുക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച അണ്ണൻ ചൈനക്കാരനായിരിക്കും. ഞാൻ മലയാളം അറിഞ്ഞോളാം. അല്ല ഒരു സംശയം ചോദിക്കട്ടെ, അണ്ണൻ ചൈനയുടെ ലുക്കും അണ്ണൻ മലയാളം പറയുകയും ചെയ്യുന്നു. സത്യത്തിൽ അണ്ണൻ ചൈനക്കാരനാണോ മലയാളിയാണോ? ചൈനാളി. നീ ചൈനക്കാരനാണോന്ന് അറിയാൻ വേണ്ടി വന്നാണോടാ നീ? അങ്ങനല്ലല്ലോ, അണ്ണന്റെ ലുക്ക് അല്ലേ ചോദിച്ചത്. പിന്നെ ലുക്ക് ഉണ്ടെന്ന് ചോദിക്കാൻ പറ്റും. നീ എന്നാ ഇങ്ങോട്ട് വന്നത്? എനിക്കൊന്ന് കരാട്ട പഠിക്കണം അണ്ണ. ഒരു മിനിറ്റ്, നീ ഇച്ചിരി താമസിച്ച് വന്നിരിക്കുകയാണ്. നീ സ്വല്പം നേരം റെസ്റ്റ് എടുക്കൂ. എനിക്ക് ഇരയെടുക്കാനുള്ള സമയമായി. ഇരയെടുക്കാൻ അണ്ണ എന്തോ പെരുമ്പാമ്പാന്നോ? അയ്യോ അതല്ലെന്നാ, എനിക്ക് പ്രോട്ടീൻ ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു. അത് വരട്ടെണ്ണ. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. എനിക്ക് അവളെ കാണാതെ ഉറങ്ങാൻ പറ്റൂല. ഉറങ്ങാൻ പറ്റത്തില്ല. കാണുവാണെങ്കിലോ കണ്ടു കഴിഞ്ഞാൽ മനസ്സമായിട്ട് സുഖമായിട്ട് ഉറങ്ങും. കണ്ടു കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങാനാണ്. പിന്നെ നീ എന്തിനാണ് അവളെ കല്യാണം കഴിക്കുന്നത്? അതല്ലെന്നാ, എനിക്ക് അവളെന്ന് പറഞ്ഞാൽ ജീവനാണ്. അവൾ ആങ്ങളമാർക്ക് വേണ്ടത് എന്റെ ജീവനാണ്. അയ്യോടാ, അപ്പൊ നീ കരോട്ട കറക്റ്റായിട്ട് പഠിക്കണം. അവ കാറട്ട അണ്ണന്മാരുണ്ടെണ്ണ. ആറാട്ടണ്ണനുണ്ടെന്നുണ്ടെങ്കിൽ നീ അവളുടെ അടുക്കലോട്ട് പോവുക ചെയ്യരുത്. അവൻ നിന്നെ റിവ്യൂ പറഞ്ഞ് നിന്നെ കൊല്ലും. എന്റെ അണ്ണ ആറട്ടണ്ണനല്ല, ആറട്ടാങ്ങളമാരുണ്ടെന്ന്. ഓ, ആംഗ്ലന്മാരുണ്ടെന്ന്. അമ്മാരെന്ന് പറഞ്ഞ മുറ്റ് കരാട്ടാണ്. അമ്മാരെ എനിക്ക് പിടിച്ചിരിക്കണമെങ്കിൽ കരാട്ട പഠിക്കണം. ഒരു കാര്യം ചെയ്യ്, നീ കൂടെ റെസ്റ്റ് എടുക്കാൻ ഫുഡ് കഴിക്കട്ടെ. ഇങ്ങോട്ട് വരും. ആ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡൊക്കെ റെഡി. 10 മുട്ട, 20 നേന്ത്രപ്പഴം, 40 ഇഡലി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അണ്ണ ഇതിനേക്കൂടെ തട്ടുകടയുടെ ഓർഡർ എടുക്കുന്നുണ്ടല്ലേ? തട്ടുകടയോ? അല്ല, ചേച്ചി ഓർഡർ എടുക്കുന്ന കണക്ക് പറഞ്ഞു. എടാ, ഞാൻ രാവിലെ കഴിക്കുന്ന പ്രോട്ടീൻ ഫുഡിന്റെ അളവാണ് അവള് പറഞ്ഞത്. ഈ കഴിക്കുന്നൊക്കെ എങ്ങോട്ട് പോകുന്നുണ്ടാ? നീ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്ക്. അപ്പം അത് വഴി കാണിച്ചു തരും എങ്ങോട്ടാ പോകുന്നുള്ളത്. കരോട്ട പഠിക്കാൻ വന്നാൽ ചേച്ചി ചൈനക്കാരിയല്ലേ? പിന്നെ എന്റെ പൊന്നല്ല, കേരളത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടാൻ സ്ഥിതിക്ക് ഈ കേരളത്തിൽ കിടക്കുന്ന അണ്ണന് ചൈനക്കാരി ചേച്ചി എങ്ങനെയാണ് സെറ്റായത്? അതൊക്കെ ഒരു വലിയ കഥയാണ് മോനെ. പണ്ട് ഞാനിവിടെ ഒരു തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, കരോട്ട ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിവിടെ ചൈനയിൽ നിന്ന് ഒരുത്തനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചു. അവനിങ്ങനെ ക്ലാസ് എടുത്ത് അവൻ അവസാനം ഉണ്ടല്ലോ എന്റെ പൈസ മൊത്തം അടിച്ചോണ്ടങ്ങ് പോയി. ഞാൻ എല്ലായിടത്തും അറിയാം. നേരെ ചൈനക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചമ്മി നാറിപ്പോയി. എല്ലാരും ഒരുപോലെ ഇരിക്കുന്ന ആരാ എന്റെ പൈസ മേടിച്ചെന്ന് അറിയാൻ ആണെന്ന്. അങ്ങനെയാണോ? പിന്നെ അവസാനം ഞാൻ അവിടെ അങ്ങ് പെട്ട്. അങ്ങനെ വഴി അറിയാതെ നട്ടം തിരിഞ്ഞ് വട്ടം കറങ്ങി ഇയാൾ എന്റെ കൈ വന്ന് പെട്ട്. എന്നിട്ട് ഇയാളെയും കൊണ്ട് കേരളത്തിൽ വന്ന് ഞാനും ചെറുതായിട്ടൊന്ന് പെട്ട്. അങ്ങനെ 4 മക്കളായി മൊത്തത്തിൽ പെട്ട്. പെടീച്ചെന്ന് പറഞ്ഞാ മതിയല്ലോ. നീ കരാട്ട പഠിക്കാൻ വന്നേടാ? എനിക്ക് കരാട്ട കുമ്പു എല്ലാം ഞാൻ പഠിക്കുമല്ലോ. ചെന്ന് കേറിക്കോട്ടെ, നീയും പെടും. പെടുമെന്ന് പറഞ്ഞു ചേച്ചി, പെടുമെന്ന് പറഞ്ഞു. നീ കരോട്ട പഠിച്ചു കഴിയുമ്പോ നീ രക്ഷപ്പെടും എന്നാ പറഞ്ഞ. അതിന്റെ രക്ഷ പറയാൻ മറന്നുപോയി. അതാ പറഞ്ഞത്. അപ്പൊ സ്ഥലമേ പോയിട്ട് വരൂ. പക്ഷെ എനിക്ക് എന്നാന്ന് അറിയത്തില്ലടാ, എനിക്ക് ഇപ്പൊ ഒരു സംശയം കിടക്കുന്നതാ. എന്തോന്ന്? എന്നാ ഞാൻ പ്രേമിച്ച പെണ്ണിനെ തന്നെയാണോ കല്യാണം കഴിച്ചോണ്ട് വന്നൊന്നൊരു സംശയം. എന്തോ നന്നായി, 4 മക്കളായപ്പോഴാണ് നിങ്ങൊരു സംശയം വരേണ്ടത്. എടേ, എല്ലാത്തിനും കാണാൻ ഒരുപോലെ അല്ലേ ഇരിക്കുന്നത്. ഇനി അവളാണോ അവളുടെ അമ്മയുടെ അനീത്തിയുടെ മോളാണോ അവളുടെ കുഞ്ഞമ്മയുടെ മോളാണോ എന്ന് എനിക്കൊരു സംശയം ആണെന്ന്. കറക്റ്റ് എന്റെ ഭാര്യ തന്നെ. അതെങ്ങനെ ഇപ്പൊ കൺഫേം ആക്കിയത്? ചൈനയെ തള്ളക്ക് വിളിക്കുന്ന ഇവള് മാത്രമേ ഉള്ളൂ എന്നെ. അതുകൊണ്ട് കറക്റ്റ് ഇവളെന്റെ ഭാര്യ. പൊക്കോളൂ.